Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 26-ന് അടിപ്പാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു എന്നത് ഒരു വിരോധാഭാസമായി അവശേഷിക്കുന്നു. ഈ പോക്ക് തുടർന്നാൽ അടിപ്പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കൽ ഇനിയും വൈകിയേക്കും. എൻ്റെ പേര് ടോണി എന്നാണ്, സ്ഥലം പീച്ചാനിക്കാട്. ഞാൻ അങ്കമാലിയിൽ ഓട്ടോറിക്ഷ ഓടിക്കാണ്, KSRTC. എനിക്ക് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ പോയാൽ മതി എൻ്റെ വീട്ടിലേക്ക്. അതായത് അങ്കമാലി KSRTC വീട്ടിൽ നിന്ന് അങ്കമാലി KSRTC 2.5 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ ഒരു 6-7 കിലോമീറ്റർ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥയാണെങ്കിലും. ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നെ സംബന്ധിച്ച് ഡെയിലി അങ്കമാലി പോയിട്ട് വാഹനം ഓടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 200 രൂപയുടെ ഓട്ടം ഈ അങ്കമാലി എത്താൻ വേണ്ടി നമുക്ക് വേണം. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു എൽദോ എന്ന് പറഞ്ഞൊരാള് ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കാനിടയായി. അതിന് കാരണം ഈ റെയിൽവേ ഗേറ്റ് തുറന്ന അവസ്ഥയായിരുന്നെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചിട്ടുകയും ചെയ്യാമായിരുന്നു. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അങ്കമാലി അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 12 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ഇതുവഴിയുള്ള വാഹന സഞ്ചാരം നിരോധിക്കുകയും ചെയ്തു. മാസം 10 കഴിയുമ്പോൾ അടിപ്പാത നിർമ്മാണത്തിന്റെ 99% പൂർത്തീകരിച്ചതായാണ് കോൺട്രാക്ടർ പറയുന്നത്. ഇടയ്ക്കിടെ ഉണ്ടായ കനത്ത വേനൽ മഴയും തുടർന്നു വന്ന കാലവർഷവും വെള്ളക്കെട്ടുമെല്ലാം പാത നിർമ്മാണത്തിന്റെ താളം തെറ്റിച്ചിരുന്നു. മണ്ണിടിച്ചിലും വൈദ്യുതി തടസ്സവുമെല്ലാം വില്ലനായി വരികയും ചെയ്തു. ചില ദിവസങ്ങളിൽ ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളുമെല്ലാം ഇതുവഴി കടത്തിവിട്ടിരുന്നു. അതേസമയം മുന്നറിയിപ്പില്ലാതെ ചില സമയങ്ങളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടിലാക്കുന്നതായി യാത്രക്കാരും പറയുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഇത് പണി തുടങ്ങിയതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇവിടെ ഞാൻ പലരോടെ ചോദിച്ചു പറഞ്ഞു, ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാനായിട്ട് കിടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വഴിക്ക് വന്നത്. ഇത് പീച്ചാനിക്കാടിനൊരു ശാപം പോലെയാണ് ഇപ്പോൾ ഈ റെയിൽവേ ഗേറ്റ്. ആദ്യം റെയിൽവേ ഗേറ്റ് ആയിരുന്നു തടസ്സം. ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷ നൽകി അണ്ടർപാസ് വന്നിട്ട് കുറച്ച് നാളൊക്കെ ഞങ്ങൾക്ക് അടിക്കൂടെ 2 വീലറുകൾക്കെങ്കിലും കഴിഞ്ഞ ഇലക്ഷൻ സമയം മുതൽ പോകാൻ പറ്റുമായിരുന്നു. അത് പ്രതീക്ഷിച്ച് ഞാനിപ്പോൾ വന്നത്. ഇപ്പോൾ വീണ്ടും ഇത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ചില സമയങ്ങളിൽ കോൺക്രീറ്റിൻ്റെ പേര് പറഞ്ഞ് അടച്ചിടും, ദിവസങ്ങളോട് അടഞ്ഞു കിടക്കും. ചില സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇവിടെ നിറഞ്ഞ് 2 വീലറുകൾക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം, പല ആളുകളും 2 വീലറുകാരിവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ലേ എന്ന് ഒരു പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ പണി നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. 6 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ പണികൾ ആരംഭിച്ചു. 6 മാസം കൊണ്ട് തീരാണ്ടായി കഴിഞ്ഞപ്പോൾ പരാതിയും പ്രശ്നങ്ങളായിട്ട് റെയിൽവേയുടെ മാനേജർ അടക്കം ഇവിടെ വന്ന് 2 മാസത്തിനുള്ളിൽ പണി തീരുമെന്ന് നമുക്കെല്ലാം ഉറപ്പ് തന്നതാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പണികൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. രാത്രി സമയങ്ങളിലൊക്കെ പല ആളുകളും ഇവിടെ വന്ന് വഴി അറിയാൻ പാടില്ലാതെ, കടന്നു പോകാൻ പറ്റാതെ, വഴി അറിയാൻ പാടില്ലാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നൊരു സാഹചര്യമാണ്. എത്രയോ കിലോമീറ്ററിൽ ചുറ്റിക്കറങ്ങിയിട്ട് വേണം പിന്നെ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ദുരിതമായിട്ട് ഞങ്ങൾക്ക് ഈ അണ്ടർപാസിൻ്റെ പണി മാറിയേക്കാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ അതൃപ്തരാണ് പ്രദേശവാസികളും യാത്രക്കാരും. റോഡ് വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ പീച്ചാനിക്കാട്, മങ്ങാട്ടുകര, പുളിയനം ഭാഗങ്ങളിലെ ജനജീവിതവും അടച്ച് ബ്ലോക്കായിരിക്കുകയാണ്. ഇനി തിരിച്ചും മറ്റേ എളുപ്പപോലെ അല്ലെങ്കിൽ മറ്റേ തെളിക്കേണ്ടതിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരുന്നത്. പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും എത്താനാകാതെ വിശ്വാസികളും വലയുകയാണെന്ന് പീച്ചാനിക്കാട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് മാടൻ പറയുന്നു. പ്രിയരെ, നമ്മൾ അങ്കമാലി പീച്ചാനിക്കാട് അങ്ങാടിക്കടവ് റോഡ് അതിൻ്റെ റെയിൽ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് നാളേറെയായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മാസം കഴിഞ്ഞു ആ ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട്. ബ്രിഡ്ജ് ഉണ്ടാക്കി വണ്ടി അവർ വിട്ടുകഴിഞ്ഞു. പക്ഷേ അണ്ടർ വഴി അകത്തെ വഴികൾ ഇതേവരെ ശരിയാക്കിയിട്ടില്ല. കാൽനടക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണിപ്പോൾ. ധാരാളം കുട്ടികൾ അങ്കമാലിയിലേക്ക് പോകുക,
മുതിർന്നവർ, പ്രായമുള്ളവരൊക്കെ പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണത് ഈ വഴി. അപ്പോൾ അതിലെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഈ പള്ളി തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഈ പള്ളിയിലേക്ക് തന്നെ ആളുകൾക്ക് പള്ളിയിലേക്ക് വരാനും ഒന്നും സാധിക്കുന്നില്ല. ചുറ്റി വളഞ്ഞ് 6-7 കിലോമീറ്റർ വളഞ്ഞാണ് അവർ പള്ളിയിലേക്ക് വരുന്നത്. കാണത്തക്ക വിധത്തിൽ അങ്കമാലിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പല പ്രാവശ്യം ഇവരോട് അധികാരികളോടൊക്കെ പറഞ്ഞിട്ട് അവർ മെല്ലെപ്പോക്ക് നയമാണ്. 2-3 പേരെയൊക്കെ വെച്ചാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് തീരുമെന്നൊന്നും ഒന്നും പറയുന്നില്ല അവർ. ഞങ്ങളുടെ ഈ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാ നാട്ടുകാരും ഇവിടെ ഉള്ളവരൊക്കെ ഇത് പറയുന്നുണ്ട്. അവർ ഇത് പറയുന്നുണ്ടെങ്കിൽ മുഖവിലേക്കെടുത്ത് വേണ്ടത്ര പരിഗണന കൊടുത്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളുടെ ഈ അവസ്ഥ ഞങ്ങളൊന്ന് പരിഹരിച്ചു തരാനാണ് നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ എത്രയും വേഗം ഇത് പരിഹരിച്ചു തരാനായിട്ട് ഞങ്ങൾ എല്ലാവിധ ശ്രമങ്ങളും എല്ലാ അധികാരികളുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന ഇതര സംസ്ഥാനക്കാരാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. പല സമയങ്ങളിലും കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടവർ സ്ഥലത്ത് ഉണ്ടാകാറില്ലെന്നും പരാതിയുണ്ട്. ഇത് മുതലാക്കി ഉള്ള തൊഴിലാളികൾ കളിച്ചിരിയിലും കഥ പറച്ചിലിലും മൊബൈൽ ഫോണിലും മറ്റും മുഴുകുകയും ചെയ്യും. പ്രായമായവരും കുട്ടികളുമെല്ലാം അപകടകരമായ രീതിയിൽ നടന്നുകയറി പാളം മുറിച്ചു കടക്കുന്നതും പതിവ് കാഴ്ചയാണ്. മഴ മാറി നിൽക്കുന്ന സമയങ്ങളിലെങ്കിലും കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ച് പണി വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും ഉന്നയിക്കുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.